Good afternoon. Yes. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് എടുക്കാൻ പറ്റുള്ളൂ അല്ലെ. നമ്മൾ ഇവിടെ പവറിന്റെ ഒരു പ്രശ്നമായിരുന്നു. അപ്പൊ അത് ഒത്തിരി സിസ്റ്റം ഒരുമിച്ച് വർക്ക് ചെയ്യില്ല. ഫുള്ള് രാവിലെ മുതൽ കറണ്ട് ഉണ്ടായിരുന്നില്ല ഇവിടെ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ട്രിപ്പായി പോയതാണ് കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് അതുകൊണ്ട് നമുക്ക് ഫുള്ള് ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ എവിടെ വരെയായിരുന്നു പറഞ്ഞത്? ടൈപ്സ് ഓഫ് മെഡിക്കൽ ഗ്യാസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ പറഞ്ഞ ജസ്റ്റ് ആ സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തുള്ളൂ അല്ലെ. ഒന്ന് ഷെയർ ചെയ്തിടാം ഞാന്. അതിനകത്ത് ഹോസ്പിറ്റലുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസുകളാണ്. നമുക്ക് സാധാരണയായിട്ട് 7 തരത്തിലുള്ള ഗ്യാസുകളാണ് ഉപയോഗിക്കുന്നത്. അത് 7 നമുക്ക് പഠിക്കാണ്ട് കേട്ടോ. അത് ഫസ്റ്റ് മെഡിക്കൽ എയർ, ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ ഓക്സിജൻ, മൂന്നാമത്തെ കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, നൈട്രസ് ഓക്സൈഡ്, വാക്വം, കംപ്രസ്ഡ് എയർ. ഇത്രയും നമുക്ക് ഡീറ്റെയിൽ പഠിക്കാണ്ട്. അതിനകത്ത് ഓരോ ഗ്യാസുകളും എവിടെയൊക്കെയാണ് എന്തിനൊക്കെയാണ് ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്നത് എന്നാണ് പഠിക്കേണ്ടത്. അതിനകത്ത് നമുക്ക് ഓരോന്നും പഠിക്കാം. അപ്പൊ അതിനകത്ത് ക്വസ്റ്റ്യൻ ആയിട്ടാണെങ്കിലും ഈ ഓരോന്നിനും ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് ഏതൊക്കെയാണ്. അപ്പൊ ഞാനത് എടുക്കുമ്പോൾ ആ ഒരു മോഡൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു മോഡൽ ഞാൻ പറയാം. നമുക്ക് ഫസ്റ്റ് ഇത് നോക്കാം. മെഡിക്കൽ എയർ ആണ്. ഫസ്റ്റ് നമുക്ക് മെഡിക്കൽ ഗ്യാസ് പഠിക്കാനുള്ളത് മെഡിക്കൽ എയർ ആണ്. മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാൽ is a mixture of gases that composed of nitrogen and oxygen. നമ്മൾ and it is used for respiratory support. ബ്രീത്തിങ് പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മളൊരു ബ്രീത്തിങ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമുക്ക് ഈ പേഷ്യൻസിന് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ബ്രീത്തിങ്ങിന് വേണ്ടി കൊടുക്കുന്നത്. നമ്മുടെ എക്യുപ്മെന്റ്സ് വഴി കൊടുക്കുന്നതല്ല, അല്ലാതെ ആ പേഷ്യൻസിന്റെ റൂമിലേക്ക് ഇപ്പൊ സർജറി ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ സർജൻ ഈ മെഡിക്കൽ എയർ കംപ്രസറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയുന്നുണ്ട്. അതായത് പേഷ്യൻസിന് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ബ്രീത്തിങ്ങിനൊക്കെ വേണ്ടി കൊടുക്കുന്ന ഗ്യാസ് ആണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. ഇറ്റ്സ് കമ്പോസ്ഡ് ഓഫ് നൈട്രജൻ ആൻഡ് ഓക്സിജൻ. നൈട്രജനും ഓക്സിജനും ഒക്കെ ഉള്ള അതിന്റെ ഒരു മിക്സർ ഓഫ് ഗ്യാസ് ആണ് മെഡിക്കൽ എയർ. നോക്കിയേ, മെഡിക്കൽ എയർ മീൻസ് ഷെയർ ചെയ്തേക്കുന്ന എന്തോ പ്രശ്നം വന്നല്ലോ. ഓക്കെ, ഷെയർ ചെയ്തേക്കുന്നു നോക്കട്ടെ. Medical air means a clean supply of compressed air used in hospitals and a healthcare facility to distribute medical gases. എന്താ പറഞ്ഞേക്കുന്നത്? മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഗ്യാസ്, മെഡിക്കൽ എന്ന് പറയുന്നത് ഹോസ്പിറ്റലുകളിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലും ഒക്കെ മെഡിക്കൽ ഗ്യാസ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കംപ്രസ് ചെയ്ത വായുവിന്റെ ഒരു ശുദ്ധമായ വിതരണം എന്നതാണ് മെഡിക്കൽ എയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. കംപ്രസ്ഡ് എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷ മർദ്ദത്തിനേക്കാളും സാന്ദ്രത വരുത്തപ്പെട്ട വായുവാണ് കംപ്രസ്ഡ് എയർ എന്ന് പറയുന്നത്. ഒരു ക്ലീൻ സപ്ലൈ ഓഫ് എയർ, അതാണ് മെഡിക്കൽ എയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് പ്രധാനമായിട്ടും നൈട്രജനും ഓക്സിജനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു മിക്സർ ഓഫ് ഗ്യാസ് ആണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. അതിന്റെ ഫസ്റ്റ് ലൈൻ തന്നെ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിക്കാം. Dash means a clean supply of compressed air used in hospital and the healthcare facility to distribute medical gas. മെഡിക്കൽ ഗ്യാസ് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലും ഒക്കെ ഒരു മെഡിക്കൽ ഗ്യാസ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കംപ്രസ് ചെയ്ത
വായുവിന്റെ ക്ലീൻ സപ്ലൈ, ശുദ്ധമായ വിതരണം എന്നാണ് മെഡിക്കൽ എയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഫ്രീ ഓഫ് പൊല്യൂഷൻ ആൻഡ് പാർട്ടിക്കിൾസ്, ഹാസ് നോ ഓയിൽ ഓർ ഓഡേഴ്സ് ആൻഡ് ഈസ് ഡ്രൈ ടു ബ്ലോക്ക് വാട്ടർ ബിൽഡപ്പ് ഇൻ ദ ഫെസിലിറ്റി പൈപ്പ്ലൈൻ. ഇറ്റ് ഈസ് എ ഫ്രീ ഓഫ് പൊല്യൂഷൻ ആൻഡ് പാർട്ടിക്കിൾസ്. ഇതെന്ന് പറഞ്ഞാൽ നല്ല ക്ലീൻ എയർ ആണെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ പൊല്യൂഷൻ ഫ്രീ ആണ്. ഇപ്പൊ നമ്മുടെ നോർമൽ എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒത്തിരി പാർട്ടിക്കിൾസ് ഉണ്ട്, പൊല്യൂട്ടഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട് നമ്മുടെ നോർമൽ എയറിൽ. അപ്പൊ അതിൽ നിന്നൊക്കെ ശുദ്ധീകരിച്ച വായുവാണ് ഈ ഒരു മെഡിക്കൽ എയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ ഫ്രീ ഓഫ് പൊല്യൂഷൻ ആൻഡ് പാർട്ടിക്കിൾസ് ആൻഡ് ഹാസ് നോ ഓയിൽ ഓർ ഓഡേഴ്സ്. അതായത് അതിന് മണമൊന്നുമില്ല, പ്രത്യേകം സ്മെല്ലൊന്നുമില്ല ഗ്യാസിന്. പിന്നെ അത് എന്തിനാ ഉപയോഗിക്കുന്നത്? ഈസ് ടു ഡ്രൈ ടു ബ്ലോക്ക് വാട്ടർ ബിൽഡപ്പ് ഇൻ ദ ഫെസിലിറ്റി പൈപ്പ് ലൈൻ. ഈ പൈപ്പ് ലൈനിലൊക്കെ വെള്ളം ബ്ലോക്ക് ആവില്ലേ, കെട്ടിക്കിടക്കുന്നതിന് തടയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് ഇത് ഉപയോഗിച്ച് ഫോഴ്സ് ചെയ്തിട്ട് ഒക്കെ നമുക്ക് കളയാം. അതായത് ഫെസിലിറ്റി പൈപ്പ് ലൈനിലും ഈ വെള്ളം കെട്ടിക്കിടക്കുന്നതിന് തടയാൻ വേണ്ടി, എന്നിട്ട് അത് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ്. When a patient is in the operating room, whether it is an emergency or not, a surgeon depends on a medical air compressor to keep the patient comfortable and breathing. When the patient is the operating room, a patient operating room ആണെങ്കിൽ, അപ്പൊ എമർജൻസി ആണെങ്കിലും അല്ലെങ്കിലും സർജൻ ഈ മെഡിക്കൽ എയർ കംപ്രസറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ടു കീപ് ദ പേഷ്യന്റ് കംഫർട്ടബിൾ ആൻഡ് ബ്രീത്തിങ്. പേഷ്യൻസിന് നല്ല സുഖപ്രദമായിട്ടുള്ള ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ട് സർജൻ ഈ മെഡിക്കൽ എയർ കംപ്രസറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ മെഡിക്കൽ എയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എമർജൻസി ആയിക്കോട്ടെ അല്ലെങ്കിലും, whether it is an emergency or not, surgeon depends on medical air compressor to keep the patient comfortable and breathing. പേഷ്യൻസിന്റെ സുഖപ്രദമായിട്ടുള്ള ഒരു ബ്രീത്തിങ്ങിന് സർജൻ മെഡിക്കൽ എയർ കംപ്രസർ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. മെഡിക്കൽ എയർ എന്നുള്ളതിന്റെ ഫസ്റ്റ് ലൈൻ ആണ് ചെയ്യാം, അണ്ടർലൈൻ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ സപ്ലൈ ഓഫ് കംപ്രസ്ഡ് എയർ എന്ന് പറഞ്ഞാൽ അങ്ങനെ തരാം. അത് ഏതാണെന്ന് ചോദിക്കാം. മെഡിക്കൽ എയർ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ, അങ്ങനെ തിരിച്ചു വേണമെങ്കിലും ഓപ്ഷൻസ് തരാം. മെഡിക്കൽ എയർ ആണ്, വായുവിന്റെ ഒരു ശുദ്ധമായ വിതരണമാണ് മെഡിക്കൽ എയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെയാണ് ഓക്സിജൻ. ഓക്സിജനെ കുറിച്ച് പറയണ്ട, നമുക്ക് ഏകദേശം അറിയാം അല്ലെ. എന്താ, നമ്മൾ ബ്രീത്ത് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് ഓക്സിജൻ. അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ബ്രീത്തിങ്ങിന് പ്രശ്നം ഉണ്ടെങ്കിലോ ഒക്കെ നമുക്ക് അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഗ്യാസ്, വെന്റിലേറ്ററിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ആണ്. നോക്കിയ റെസ്പിറേറ്ററി സപ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ട്, ഇൻഹലേഷൻ തെറാപ്പി, ഇത് നോക്കിയേ. ഓക്സിജൻ എ മെഡിക്കൽ ഗ്യാസ് റിക്വയർഡ് ഇൻ എവരി ഹെൽത്ത് കെയർ സെറ്റിംഗ് ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ റെസിസിറ്റേഷൻ. റെസിസിറ്റേഷൻ എന്ന് വെച്ചാൽ പുനരുജ്ജീവനം എന്നുവെച്ചാൽ അവർക്ക് ഒരു പുനർജീവൻ കൊടുക്കാനായിട്ട്. റെസിസ്റ്റേഷൻ ആൻഡ് ഇൻഹലേഷൻ തെറാപ്പി. ഇൻഹലേഷൻ തെറാപ്പി എന്ന് ശ്വസന സംബന്ധമായിട്ടുള്ളത്. അപ്പൊ ബ്രീത്ത് ചെയ്യാനൊക്കെ, അവർക്ക് ശ്വസിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രീതിങ് ഒക്കെ എന്തെങ്കിലും സ്റ്റോപ്പ് ആവോ അങ്ങനെയൊക്കെ പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് അവർക്കുടെ പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ ശ്വസനത്തിന് വേണ്ടി കൊടുക്കുന്ന ആ ഗ്യാസ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചോദിക്കാം, വിച്ച് മെഡിക്കൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ റെസിസ്റ്റേഷൻ ആൻഡ് ഇൻഹലേഷൻ തെറാപ്പി? പേരെഴുതും ഓക്സിജൻ. അണ്ടർലൈൻ ചെയ്തിട്ടേ അത്. Oxygen is medical gas is used for resuscitation and inhalation therapy. Inhalation എന്ന് പറഞ്ഞാൽ ശ്വസനത്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മെഡിക്കൽ കണ്ടീഷൻ ലൈക്ക്. പിന്നെ ഇത് കൂടാതെ ചില മെഡിക്കൽ കണ്ടീഷൻസുകളും ഏതൊക്കെയാ? COPD. അവിടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം കേട്ടോ. COPD എന്താ? ക്രോണിക് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു, നിങ്ങളുടെ നോട്ടിൽ തന്നെ നോട്ട് ചെയ്യാം കേട്ടോ. ക്രോണിക് COPD ആണ്. എക്സ്പാൻഡ് COPD, അല്ലെങ്കിൽ റൈറ്റ് ദ ഫുൾ ഫോം ഓഫ് COPD. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ്, OBST
obstructive, pulmonary, pulmonary, pulmonary disease. Chronic obstructive pulmonary disease എന്ന് വെച്ചാൽ എന്താ? ഇതൊരു ഗ്രൂപ്പ് ഓഫ് ലങ് ഡിസീസ് ആണ്. അത് നമുക്ക് നമ്മുടെ ബ്രീത്തിങ്ങിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ, നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ എയർ ഫ്ലോനെ ബ്ലോക്ക് ആക്കുന്ന രീതിയിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ലങ് ഡിസീസ് ആണ് COPD എന്ന് പറയുന്നത്. നമ്മുടെ എയർ ഫ്ലോ, നമ്മുടെ നോർമൽ ആയിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന നമ്മുടെ എയർ ഫ്ലോനെ ബ്ലോക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ലങ് ഡിസീസ് ആണ്. അതിനാണ് COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമോണറി ഡിസീസ്. നമുക്ക് ലങ്സിന് ഉണ്ടാകുന്ന ഒരു ഡിസീസ്, ലങ്സിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഡിസീസാണ് COPD. ഇനി അടുത്ത് നോക്കിയേ, സൈനോസിസ്. അടുത്താണ് സൈനോസിസ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബ്ലഡ് സൈനോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലെ ഓക്സിജന്റെ അളവ് കുറയാണ്, ഷോർട്ടേജ് ഓഫ് ഓക്സിജൻ ഇൻ അവർ ബ്ലഡ്. ആ ഒരു കണ്ടീഷനാണ് സൈനോസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് നമ്മുടെ സ്കിന്നിന്റെ നിറം മാറാം, ഒരു ബ്ലൂ കളർ പോലെ വരാം, അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടുകള്, ലിപ്സിലൊക്കെ അങ്ങനെ ആ കളർ മാറാം, നെയില്, നഖങ്ങള്, ഇതൊക്കെ നമ്മൾ ഓക്സിജന്റെ ആ ഷോർട്ടേജ് കൊണ്ട് ഇങ്ങനെ സ്കിന്നിനും ലിപ്പിനും നെയിലും ഒക്കെ ആ കളർ മാറുന്ന ഒരു ബ്ലൂയിഷ് കളർ പോലെ വരും. ആ കളർ മാറുന്ന ഒരു അവസ്ഥയാണ് സൈനോസിസ് എന്ന് പറയുന്നത്. സൈനോസിസ് എന്തിന്റെ കുറവ് കൊണ്ടാവും? ഷോർട്ടേജ് ഓഫ് ഓക്സിജൻ ഇൻ അവർ ബ്ലഡ്. അപ്പൊ എന്ത് കൊടുക്കണം? അപ്പൊ ഈ സൈനോസിസ് ട്രീറ്റ്മെന്റിന് ഏത് ഗ്യാസ് കൊടുക്കണം? നമ്മൾ അവിടെ ഓക്സിജൻ കൊടുക്കണം. നമ്മുടെ ബ്ലഡിലെ ഓക്സിജന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് സൈനോസിസ്. അപ്പൊ അവിടെ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യണം. ഈ ഒരു മെഡിക്കൽ കണ്ടീഷനിലും ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് ഷോക്ക്, പിന്നെ അടുത്ത സിവിയർ ഹെമറേജ്. സിവിയർ ഹെമറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നമ്മൾ ബ്ലീഡിങ്ങില് രക്തസ്രാവം, ഹെമറേജ്. പിന്നെ കാർബൺ മോണോക്സൈഡ് പോയിസണിങ്, ട്രോമ. ട്രോമ എന്ന് പറഞ്ഞാൽ എന്താ? ആഘാതം, എന്തെങ്കിലും ആഘാതമൊക്കെ പറ്റുകയാണെങ്കിൽ. ദെൻ കാർഡിയോവാസ്കുലർ, ഹൃദയധമനികളിലും ഹൃദ്രോഗം. ആൻഡ് റെസ്പിറേറ്ററി അറസ്റ്റ്. റെസ്പിറേറ്ററി അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് പറയാം. ദെൻ എബിലിറ്റി ഓഫ് ദ പേഴ്സൺ സ്റ്റോപ്സ് ബ്രീത്ത്. ബ്രീത്ത് നമുക്ക് ഒരു നിന്ന് പോകുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ എബിലിറ്റി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഒരു മെഡിക്കൽ ഇവന്റ് ആണ് റെസ്പിറേറ്ററി അറസ്റ്റ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയർ. റെസിസ്റ്റേഷൻ, പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ട്, ആൻഡ് ലൈഫ് സപ്പോർട്ട്. ഇതിനൊക്കെ അങ്ങനെയുള്ള മെഡിക്കൽ കണ്ടീഷനിലും ഈ ഓക്സിജൻ ഗ്യാസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഇതിനകത്ത് ഓരോന്നും എടുത്ത് ചോദിക്കാം അവിടെ. വിച്ച് മെഡിക്കൽ ഗ്യാസ് ഈസ് യൂസ്ഡ് COPD in the treatment of COPD? അല്ലെങ്കിൽ which medical gas is used for treatment of cyanosis? ഇപ്പൊ ഓരോന്ന് ചോദിക്കാം. അപ്പൊ എല്ലാത്തിന്റെ അടിയിലൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. അപ്പൊ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. റെസിസ്റ്റേഷൻ ഇൻഹലേഷൻ തെറാപ്പിക്ക് ഓക്സിജൻ, പിന്നെ മറ്റുള്ള മെഡിക്കൽ കണ്ടീഷൻസിന് ഏതാ? COPD, സൈനോസിസ്, ഷോക്ക്, സിവറേജ് ഹെമറേജ്, കാർബൺ മോണോക്സൈഡ് പോയിസണിങ്, ട്രോമ, കാർഡിയോവാസ്കുലർ ആൻഡ് റെസ്പിറേറ്ററി അറസ്റ്റ്, റെസിസ്റ്റേഷൻ ആൻഡ് ലൈഫ് സപ്പോർട്ട്. ഇത്രയും മെഡിക്കൽ കണ്ടീഷൻസിനും ഓക്സിജൻ ഗ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഒപ്പം തന്നെ ഇനി നെക്സ്റ്റ് വരുന്നുണ്ട്, അടുത്ത പേജിൽ ഉണ്ട് എങ്കിലും ഞാൻ പറയാം. ഓരോ ഗ്യാസിന്റെയും കളർ കോഡ് എക്സാമിന് ചോദിക്കും. ഇമ്പോർട്ടന്റ് ആണ്. അത് എല്ലാ എക്സാമിനും ഓരോ ഇതിന്റെ മാറി മാറി ചോദിക്കാറുണ്ട് കളർ കോഡ്. മെഡിക്കൽ എയറിന്റെ കളർ കോഡ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ്. വേണമെങ്കിൽ ഇപ്പൊ നോട്ട് ചെയ്യുന്നില്ല എന്നുവെച്ചാൽ നമുക്ക് 2 പേജ് കഴിഞ്ഞിട്ട് അവിടെ ടേബിളിൽ ഉണ്ട്. നമ്മൾ പറഞ്ഞു എന്നുള്ളൂ. വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ഓക്സിജന്റെ കളർ കോഡ് വൈറ്റ് ആണ്. വൈറ്റ് ആ സിലിണ്ടറിന്റെ ആണ് കേട്ടോ. ആ സിലിണ്ടറിന്റെ കളർ കോഡ് വൈറ്റ്. അല്ലെങ്കിൽ ആ പൈപ്പിന്റെ, നമ്മൾ ആ ഓക്സിജൻ ഗ്യാസ് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഗ്യാസിന് പ്രത്യേകിച്ച് കളറൊന്നുമില്ല. അപ്പൊ അത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ അതിന് കളർ കോഡ് കൊടുക്കുകയാണ് ഓരോന്നിനും. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കളർ കോഡ്, അല്ലെങ്കിൽ ഓക്സിജന്റെ കളർ കോഡ്, അങ്ങനെ ചോദിക്കുക എക്സാമിന്. ഓക്സിജന്റെ കളർ കോഡ് വൈറ്റ് ആണ്. വൈറ്റ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. മൂന്നാമത്തെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഇതിന്റെ കളർ കോഡ് ഗ്രേ ആണ്. ഗ്രേ കളർ ആയിരിക്കും. അതിന്റെ ഉള്ളില് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഗ്രേ.
Carbon dioxide is used for insufflating medical gas. Insufflating എന്ന് വെച്ചാൽ ഊതി വീർപ്പിക്കുക, വീർപ്പിച്ച് നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഗ്യാസ് ആണ്. ഫോർ എവിടെയാ? ലെസ് ഇൻവാസീവ് സർജറീസ്. നമുക്ക് അധികം ആക്രമണാത്മകമല്ലാത്ത അല്ലെങ്കിൽ ആക്രമണം കുറഞ്ഞ രീതിയിലുള്ള ലെസ് ഇൻവാസീവ് ആയിട്ടുള്ള സർജറികളിൽ ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് ഊതി വീർപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് ആണ് കാർബൺ ഡയോക്സൈഡ്. അത് എവിടേക്കാന്ന് നോക്കിയാൽ ലൈക്ക് ലാപ്രോസ്കോപ്പി. അത് തെറ്റാണ് കേട്ടോ, സ്പെല്ലിങ് ഒന്ന് കറക്റ്റ് ചെയ്തിടുക. LAPARO ആണ്. LAPARO അവിടെ അത് ചേർത്താൽ മതി. LA ചേർത്താൽ മതി. LAPAROSCOPY. ലാപ്രോസ്കോപ്പി, ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി ആൻഡ് ക്രയോതെറാപ്പി. ഇത്രയും ഇൻവാസീവ് ആയിട്ടുള്ള അധികം ആക്രമണാത്മകമല്ലാത്ത ആ സർജറികൾക്ക് ഈ നമുക്ക് വീർപ്പിച്ച് നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ്, അതായത് ലാപ്രോസ്കോപ്പി. ഒന്നാമത്തെയാണ് ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത്. ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ? ലാപ്രോസ്കോപ്പി ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തിലൊക്കെ ലാപ്രോസ്കോപ്പി ചെയ്തവര്? നമ്മുടെ വയറില് അല്ലെങ്കിൽ നമ്മൾ പെൽവിക് ഇടുപ്പ്, നമ്മുടെ ഇടുപ്പിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കും, എന്നിട്ട് ഒരു മുറിവുണ്ടാക്കി അതിൽ കൂടെ ചെയ്യുന്ന ഒരു സർജറിയാണ് ലാപ്രോസ്കോപ്പി. ഈ കുട്ടികളൊക്കെ ഉണ്ടാവാൻ ഇൻഫെർട്ടിലിറ്റി ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ ലാപ്രോസ്കോപ്പി ചെയ്യും. അത് വെച്ചാൽ നമ്മൾ നേരെ ഓപ്പൺ സർജറി അല്ലാതെ നമ്മുടെ വയറിലോ അല്ലെങ്കിൽ പെൽവിക് ഇടുപ്പിലോ ഒക്കെ ചെറിയ മുറിവ് ഉണ്ടാക്കി അതിലൂടെ ചെയ്യുന്ന സർജറിയാണ്. അപ്പൊ ആ ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ വയറ് ഇങ്ങനെ വീർപ്പിച്ച് നിർത്തണം. അപ്പൊ അങ്ങനെ ആ വയറ് വീർപ്പിച്ച് നിർത്താൻ വേണ്ടി എൻഡോസ്കോപ്പി ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെ, ഇവിടെ വരുന്നുണ്ട് കേട്ടോ, എൻഡോസ്കോപ്പി വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സർജറി എൻഡോസ്കോപ്പി ചെയ്ത ആള് എന്താ പറയാ, ഈ സർജറി ചെയ്യുമ്പോ വയറ് ഇങ്ങനെ വീർപ്പിച്ച് നിർത്തിയോ? ഓർക്കണ്ടോ? ഉണ്ടോ? ആരപ്പോ മെസ്സേജ് ചെയ്തല്ലോ എൻഡോസ്കോപ്പി ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും ഈ സർജറി ഒക്കെ ചെയ്യുമ്പോൾ നമ്മള് വയറ് കുറച്ച് വയറ്റിൽ ട്യൂബ് ഇട്ടു. ഓക്കെ, അപ്പൊ ഈ നമ്മള് അവിടെ വയറ്റില് അല്ലെങ്കിൽ ഇടുപ്പില് ഒരു ചെറിയ ഒരു ഹോൾ ഉണ്ടാക്കും. എന്നിട്ട് എന്താണ് പറയുന്നത്, എന്നിട്ട് അതിൽ കൂടിയാണ് ഇത് ചെയ്യുന്നത്. അതാണ് ഇതെന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പി, കീ ഹോൾ സർജറി. ഓക്കെ, ലാപ്രോസ്കോപ്പി അതിനും നമ്മൾ കാർബൺ ഡയോക്സൈഡ് വയറ് വീർപ്പിച്ച് നിർത്താൻ, അത്രയും നോക്കിയാൽ മതി, വയറ് വീർപ്പിച്ച് നിർത്താൻ. അടുത്തതാണ് ആർത്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഈസ് എ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റിംഗ് ജോയിന്റ് പ്രോബ്ലം. നമ്മുടെ ജോയിന്റ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഡയഗ്നോസിസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് ആർത്രോസ്കോപ്പി എന്ന് പറയുന്നത്. ജസ്റ്റ് ഞാൻ എന്താണെന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ ഡെഫിനിഷനോ അല്ലെങ്കിൽ വേറെ ഒന്നും ചോദിക്കൊന്നുമില്ല. ഇതിനകത്ത് ഓരോന്നിനും ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാണെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ ഇത് വേർഡ് കേൾക്കുമ്പോൾ എന്താണെന്നൊന്ന് മനസ്സിലാവണല്ലോ, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ആർത്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് ആൻഡ് ട്രീറ്റിംഗ് ജോയിന്റ് പ്രോബ്ലം, അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയർ ആർത്രോസ്കോപ്പി. നെക്സ്റ്റ് ആണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ വായില്ലേ, വായിക്കടെ ഇങ്ങനെ ഒരു ട്യൂബ് ഇങ്ങനെ അകത്തേക്ക് ഇട്ടിട്ട് നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള ഭാഗമൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതാണ് എൻഡോസ്കോപ്പ്. എൻഡോസ്കോപ്പി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് എൻഡോസ്കോപ്പ്. ആ എൻഡോസ്കോപ്പ് ഇങ്ങനെ നമ്മുടെ ട്യൂബ്, അത് ഇതുപോലെ ക്യാമറ ഉണ്ടാവും അതിന്റെ ടിപ്പില്, ലൈറ്റും ക്യാമറയൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ വയറ്റിന്റെ നമ്മുടെ വായിക്കൂടെ അകത്തേക്ക് ഇട്ട് എന്നിട്ട് അപ്പൊ അത് പോണ വഴിയൊക്കെ നമുക്ക് എന്താ പറയാ ആ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഇത് എൻഡോസ്കോപ്പി അത് ചെയ്യാൻ. ആൻഡ് ലാസ്റ്റ് നോക്കിയ അസിഡിറ്റി, അൾസർ, അതാ പറഞ്ഞ വൈകിട്ട് നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ കണ്ടുപിടിക്കാനൊക്കെ അസിഡിറ്റി, അൾസർ ഒക്കെ ഓക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സർജറി. ഓപ്പൺ സർജറി അല്ല, നമ്മൾ ഈ ട്യൂബ് ഇട്ടിട്ട് ഉള്ളിക്കടെ സംഭവം ചെയ്യുന്നത്. അതാണ് എൻഡോസ്കോപ്പി. ഇനി അടുത്താണ് ക്രയോതെറാപ്പി. ക്രയോതെറാപ്പി എന്ന് കേട്ടിട്ടുണ്ടോ? അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം കോൾഡ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫ്രീസ് ചെയ്തിട്ട് നമ്മുടെ അബ്നോർമൽ ടിഷ്യൂസ് സ്കിന്നിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാൻസറിന്റെ ഒക്കെ ടിഷ്യൂസിനെയൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള അബ്നോർമൽ ടിഷ്യൂസിനെ റിമൂവ് ചെയ്യുകയാണ്. അവിടെ എന്താ ഒരു ഫ്രീസ് ചെയ്തിട്ടാണെന്ന് ഓർക്കാം. ഒത്തിരി അങ്ങനെ ഫ്രീസ് എക്സ്ട്രീം കോൾഡ്
ടു ഫ്രീസ് ആൻഡ് റിമൂവ് ദ അബ്നോർമൽ ടിഷ്യൂ. അങ്ങനെ നമ്മുടെ ബോഡിയിലുള്ള സ്കിന്നിലുള്ളതാവട്ടെ ക്യാൻസറിന്റെ കോശങ്ങളെയൊക്കെ നശിപ്പിച്ച് കളയുന്ന ക്രയോതെറാപ്പി. അപ്പൊ ഇതിനെല്ലാം ഉപയോഗിക്കുന്നത്, അപ്പൊ ആ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ആസ് വെൽ ആസ് ഫോർ ദ റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ അനസ്തേഷ്യ. പിന്നെ റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു ശ്വസന ഉത്തേജനത്തിന് വേണ്ടിയിട്ട് എപ്പോഴാ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ അനസ്തേഷ്യ. അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്തും അനസ്തേഷ്യക്ക് ശേഷമൊക്കെ നമുക്ക് ആ ബ്രീത്തിങ് നോർമൽ ആവണമല്ലോ. അപ്പൊ അങ്ങനെ നമ്മുടെ ആ ബ്രീത്തിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കൊടുക്കുന്നത്, അങ്ങനെ റെസ്പിറേറ്ററി സ്റ്റിമുലേഷന് വേണ്ടിയിട്ട് നമ്മൾ ഏതാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉപയോഗിക്കും. അനസ്തേഷ്യ സമയത്ത്, അനസ്തേഷ്യക്ക് ശേഷം റെസ്പിറേറ്ററി സ്റ്റിമുലേഷന് വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കും. നെക്സ്റ്റ് നോക്കിയേ, കാർബൺ ഡൈ ഓക്സൈഡ് മേ ബി പൈപ്ഡ് ഇൻ ലാർജ് ഹോസ്പിറ്റൽ. വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ സപ്ലൈ ചെയ്യുന്ന പൈപ്പിൽ കൂടെയാണ്. ബട്ട് മോർ ലൈക്ലി കം ഫ്രം എ ടാങ്ക്. വലിയൊരു അല്ലെങ്കിൽ ഒരു പക്ഷെ നമുക്കത് ടാങ്കിൽ നിന്നും നമുക്കത് ഇങ്ങനെ സപ്ലൈ ചെയ്യാന്ന് പറഞ്ഞേക്കുന്നത്. പക്ഷെ കൂടുതൽ സാധ്യത ടാങ്കുകളിൽ നിന്നാണ് സപ്ലൈ വരുന്നതെന്നുള്ളത്. അപ്പൊ നമ്മൾ പൈപ്പ് ലൈനിൽ കൂടെ ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ സാധ്യത ടാങ്കുകളിൽ നിന്നാണ് ഡയറക്റ്റ് കൊടുക്കുന്നതെന്നുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ അതിനകത്ത് എല്ലാ ഇതും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ, ലാപ്രോസ്കോപ്പി, ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി, ക്രയോതെറാപ്പി, അത് 4 അണ്ടർലൈൻ ചെയ്തിടാം. പിന്നെ അതിനകത്ത് ചോദിക്കുന്ന ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് ഏതാണെന്ന് ചോദിക്കാം, കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ അതിനകത്ത് റെസ്പിറേറ്ററി സ്റ്റിമുലേഷന് വേണ്ടിയിട്ട് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ അനസ്തേഷ്യ ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അത്രയും ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക. അതിന് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കളർ കോഡ് ഗ്രേ ആണ്, ഗ്രേ കളർ. അടുത്തത് 4-മത്തെയാണ് നൈട്രജൻ, മെഡിക്കൽ ലിക്വിഡ് നൈട്രജൻ. നൈട്രജൻ ഈസ് എ, ഇതിന്റെ കളർ കോഡ് ബ്ലാക്ക് ആണ് കേട്ടോ. നൈട്രജന്റെ കളർ കോഡ് ബ്ലാക്ക്. നൈട്രജൻ ഈസ് എ മെഡിക്കൽ ഗ്യാസ് യൂസ്ഡ് ഫോർ ക്രയോസർജറി. ഓക്കെ, ക്രയോസർജറി. ക്രയോസർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ, നമ്മളതൊരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആണ്. ഇതുപോലെ തന്നെ രണ്ടും എന്താ ഒരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ തന്നെയാണ്. ക്രയോതെറാപ്പി, അത് മാറിപ്പോരുത് കേട്ടോ. അത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നുണ്ട്, കൺഫ്യൂസ്ഡ് ആവും നിങ്ങൾ. ക്രയോതെറാപ്പി ചോദിക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്, ഇനി ക്രയോസർജറിക്ക് ഉപയോഗിക്കുന്നത് നൈട്രജൻ ആണ്. നോക്കുക കേട്ടോ. അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരു സെയിം പ്രൊസീജിയർ തന്നെയാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇത് ക്രയോ സർജറി എന്ന് പറഞ്ഞാൽ സർജറി, ഇപ്പൊ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി, ഓപ്പൺ സർജറി പറയൂലേ, രണ്ടും എന്തിനു വേണ്ടിയാ, ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയല്ലേ നമ്മൾ ചെയ്യുന്നത്. ഒന്ന് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം, നമ്മൾ ആ ബലൂൺ ഡിലേഷൻ അതൊക്കെ നിങ്ങൾ പഠിച്ചല്ലേ, റേഡിയോളജിയിൽ പഠിച്ചല്ലേ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ. അപ്പൊ അതുപോലെ അത് നമ്മള് എന്താ പറയാ, ബ്ലോക്ക് ഉള്ള ഭാഗത്ത് സ്റ്റണ്ട് വെച്ച് അതിന്റെ സഹായത്തോടുകൂടി ബ്ലോക്ക് മാറ്റുന്നത് അത്. അപ്പൊ അങ്ങനെ മറ്റേതെന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ട് സർജറി ചെയ്ത് ബ്ലോക്ക് മാറ്റുന്നു. അതേപോലെ തന്നെയാണ് ഇത് കേട്ടോ. ക്രയോതെറാപ്പി, സർജറി സെയിം പ്രൊസീജിയർ ഒക്കെയാണ്. പക്ഷെ ഇവിടെ എന്താ ആ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട് അവിടെ. ക്രയോ സർജറിക്ക് അപ്പൊ അതും ഇതുപോലെ ടു റിമൂവ് സം ക്യാൻസർ ആൻഡ് സ്കിൻ ലിസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിവുകള്. And also for the storage of tissue, cells and blood in cryogenic temperature. Cryogenic temperature എന്ന് വെച്ചാൽ -150 degree Celsius. അതിന്റെ താഴെ വരുന്നത് ബിലോ -150 degree Celsius. അതിന്റെ താഴെ ഇതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട്, സ്റ്റോറേജ് ഓഫ് ടിഷ്യൂ, സെല്ല്, ബ്ലഡ്, അതൊക്കെ നമുക്ക് ക്രയോജനിക് ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യാനും ഉപയോഗിക്കും. To avoid the oxidation of sample. ഓക്സിഡേഷൻ, അഡീഷൻ ഓഫ് ഓക്സിജൻ, ഇതിനകത്തേക്ക് നമ്മൾ വേറൊന്നും ഓക്സിഡേഷൻ ഇത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടിഷ്യൂ, സെൽസ്, ബ്ലഡ് ഒക്കെ നമ്മൾ ക്രയോജനിക് ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യാനും എന്ത് ചെയ്യുന്നു, ഈ നൈട്രജൻ ഗ്യാസ് യൂസ് ചെയ്യുന്നു. അപ്പൊ അതിനകത്ത് ആ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി നിങ്ങൾ. നൈട്രജൻ ഈസ് എ മെഡിക്കൽ ഗ്യാസ് യൂസ്ഡ് ഫോർ ക്രയോ സർജറി.
is a treatment. Cryosurgery എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഈ ഫ്രീസ് എക്സ്ട്രീം ഫ്രീസ് ചെയ്തിട്ട് നമ്മൾ അതായത് ക്രിയോജനറ്റിക് ടെമ്പറേച്ചർ അവിടെ പറയുന്നുണ്ട്. അത് ബിലോ -150°C നമ്മൾ അതിനെ ഫ്രീസ് ചെയ്തിട്ട് ക്യാൻസർ ഉണ്ടാക്കുന്ന കോശങ്ങളെ അത് സ്കിന്നിൽ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള ടിഷ്യൂവിനെയൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു സർജറി, അതാണ് ക്രയോ സർജറി. It can also be used as a part of medical gas mixer for lung function test. ലങ്സിന്റെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പരിശോധനകൾ, ലങ്സിന്റെ പ്രവർത്തനം ഫങ്ഷൻസ് കണ്ടീഷൻ ആണോ അല്ലെങ്കിൽ അതിന്റെ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ആ പരിശോധനയ്ക്കും മെഡിക്കൽ ഗ്യാസ് മിക്സറിന്റെ കൂടെ അതിന്റെ ഒരു ഭാഗമായിട്ടും നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കാം. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് it can also be used as part of medical gas mixer for lung function test. ശ്വാസകോശ പ്രവർത്തന പരിശോധനയ്ക്കായിട്ട് നമ്മൾ മെഡിക്കൽ ഗ്യാസ് മിക്സറിന്റെ കൂടെ നമുക്ക് അതിന്റെ ഒരു ഭാഗമായിട്ടും ഈ നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കാം. നെക്സ്റ്റ് നോക്കിയേ, നൈട്രജൻ ആസ് എ ഗ്യാസ് ഈസ് യൂസ്ഡ് ടു power tool in the places where they do not have a instrument air. Instrument air എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജനും ഓക്സിജനും ഒക്കെ വളരെ കുറഞ്ഞ അളവിൽ ഉള്ള എയർ ആണ് ഇൻസ്ട്രുമെന്റ് എയർ. ഒരു തരത്തിലുള്ള ഒരു കംപ്രസ്ഡ് എയർ ആണ് ഇൻസ്ട്രുമെന്റ് എയർ. അത് ഉപയോഗിക്കാത്ത പ്ലേസുകളിൽ സ്ഥലങ്ങളിൽ ഇതൊരു പവർ ടൂൾ ആയിട്ടും നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. ആ എക്യുപ്മെന്റ്സുകൾ പ്രവർത്തിപ്പിക്കാനുള്ള ഒരു പവർ ടൂൾ ആയിട്ടും ഈ നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. നൈട്രജൻ ഗ്യാസ് ഈസ് യൂസ്ഡ് ടു പവർ ടൂൾ ഇൻ places where they do not have a instrument air. ഇൻസ്ട്രുമെന്റ് എയർ ഉപയോഗിക്കാത്ത സ്ഥലങ്ങളിൽ ഒരു പവർ ടൂൾ ആയിട്ടും നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നോക്കിയേ, മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് കംസ് ഫ്രം മൾട്ടിപ്പിൾ ഓഫ് സിലിണ്ടേഴ്സ് ആൻഡ് ദീസ് പൈപ്ഡ് അറ്റ് പ്രഷർ വിത്തിൻ ആൻ അലാറം സിസ്റ്റം അറ്റ് ദ സോഴ്സ് ആൻഡ് ഓൺ യൂസ് സൈറ്റ്. സോഴ്സ് എന്ന് പറഞ്ഞാൽ അത് വരുന്ന സ്ഥലം, അതിന്റെ ഉറവിടം, അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോഴ്സ് അതിന്റെ കമ്പോണൻസ് പഠിക്കാനുണ്ട്. അപ്പൊ അതിന് സോഴ്സ് വരുന്നുണ്ട്. ഇത് മിക്കപ്പോഴും എങ്ങനെയാ, ഒന്നിലധികം സിലിണ്ടറുകൾ, മൾട്ടിപ്പിൾ സിലിണ്ടേഴ്സ്, ഒന്നിലധികം സിലിണ്ടറുകളിൽ നിന്നാണ് വരുന്നത്. അത് മാനിഫോൾഡ് സിസ്റ്റം, അതും പഠിക്കാനുണ്ട്. അപ്പൊ ഇത് അതിന്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് മിക്കവാറും എന്താണ്, ഒന്നിലധികം സിലിണ്ടറുകളിൽ നിന്ന് വരുന്ന ഒരു സോഴ്സിലൂടെ നമ്മൾ എവിടെയാണോ ആ ഗ്യാസ് ഉപയോഗിക്കേണ്ടത് ആ യൂസ് സൈറ്റിലേക്ക് ഒരു അലാറം സിസ്റ്റം ഉപയോഗിച്ചിട്ട് തന്നെ പ്രഷറിൽ അത് പൈപ്പ് ചെയ്യപ്പെടുന്നു. അത് ആ ഒരു പ്രഷറോട് കൂടി തന്നെ അത് പൈപ്പ് ചെയ്യുന്നു എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ സാധാരണ മോസ്റ്റ് ഓഫ് ദ ഐറ്റം ഇറ്റ് കംസ് ഫ്രം മൾട്ടിപ്പിൾസ് ഓഫ് സിലിണ്ടേഴ്സ് ഓഫ് ആൻഡ് ഈസ് പൈപ്ഡ് അറ്റ് പ്രഷർ വിത്ത് ആൻ അലാറം സിസ്റ്റം അറ്റ് ദ സോഴ്സ് ആൻഡ് ഓൺ ദ യൂസ് സൈറ്റ്. മിക്കപ്പോഴും അതും ഒന്നിലധികം ആ സിലിണ്ടറുകളിൽ നിന്നാണ് വരുന്നത്. അത് സോഴ്സിലൂടെ അതാ ഉപയോഗിക്കുന്ന, അത് എവിടെ എത്തിച്ചേരണ്ടേ, അതാണ് യൂസ് സൈറ്റ് എന്ന് പറയുന്നത്, യൂസർ സൈറ്റ്. ആ യൂസ് സൈറ്റിലേക്ക് ഒരു അലാറം സിസ്റ്റം ഉപയോഗിച്ചിട്ട് പ്രഷറിൽ പൈപ്പ് ചെയ്യപ്പെടുന്നു. അതിനകത്ത് ആ സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാണെന്ന് അത് ചോദിക്കാം. പിന്നെ അതിനകത്ത് ഈ ലങ് ഫങ്ഷൻ ടെസ്റ്റുകൾക്ക് വേണ്ടി മെഡിക്കൽ ഗ്യാസിന്റെ കൂടെ ഉപയോഗിക്കുന്ന, അതിന്റെ ഒരു ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് നൈട്രജൻ, പിന്നെ പവർ ടൂൾ ആയിട്ട് ഉപയോഗിക്കുന്നത് നൈട്രജൻ. അത്രയും അതിൽ നിന്ന് നോക്കി വെക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാട്ടോ പറഞ്ഞു തരുന്നേ. അത്രയൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. പിന്നെ അടുത്ത ഗ്യാസ് എന്ന് പറഞ്ഞാൽ നൈട്രസ് ഓക്സൈഡ് ആണ്. നൈട്രസ് ഓക്സൈഡ് ലൈറ്റ് ബ്ലൂ കളറാണ്. ലൈറ്റ് ബ്ലൂ ആണ് അതിന്റെ കളർ കോഡ്. ആദ്യത്തെ ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് കഴിഞ്ഞാൽ നല്ല സിമ്പിൾ ആണ്, ജസ്റ്റ് പോയിന്റ്സുകൾ എളുപ്പമുള്ളതാണ്. ആദ്യത്തെ ഇതിനകത്ത് കുറച്ച് ഭാഗം മാത്രമാണ് ഇങ്ങനെ പറയുന്നുള്ളൂ കേട്ടോ. ഇത് കണ്ടുകൊണ്ട് ആരും ചാപ്റ്റർ പാടാന്ന് വിചാരിക്കണ്ട. ആദ്യത്തെ ആ ഗ്യാസുകളുടെ മാത്രമേ ഒരു ഇതുള്ളൂ. നൈട്രസ് ഓക്സൈഡ് അത് ലൈറ്റ് ബ്ലൂ കളറാണ്. കളർ കോഡ് ലൈറ്റ് ബ്ലൂ. ലൈറ്റ് ബ്ലൂ. Nitrous oxide is a medical gas commonly known as laughing gas. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. Which medical gas is known as laughing gas? നമ്മൾ ചിരിപ്പിക്കുന്ന വാതകം laughing gas എന്നറിയപ്പെടുന്ന ഗ്യാസ് ഏതാ? നൈട്രസ് ഓക്സൈഡ്. അണ്ടർലൈൻ ചെയ്തിട്ടെ. Nitrous oxide is a medical gas commonly known as laughing gas.
This medical gas is used in numerous surgical procedures. പലതരത്തിലുള്ള സർജിക്കൽ പ്രൊസീജിയറുകളിലും ഈ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. ആസ് ബോത്ത് ആസ് അനസ്തെറ്റിക് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ്. അനസ്തെറ്റിക് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് നൈട്രസ് ഓക്സൈഡ്. And both an anesthetic and analgesic. അനലജിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയാ വേദന ഇല്ലാത്ത മരുന്നുകളില്ലേ, അനലജിസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേദന ഇല്ലാത്ത മരുന്നുകൾ. ഇപ്പൊ നമുക്ക് ചിലതിനൊക്കെ നല്ല പെയിൻ കില്ലർ പോലെ നമുക്ക് ഭയങ്കര വേദനയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനുള്ള വേദന കുറയാനുള്ള മരുന്നുകളില്ലേ, ഈ വേദന ഇല്ലാതാക്കുന്ന മരുന്ന്, അതിലും അനസ്തെറ്റിക് ഏജന്റ് ആയിട്ടും ഈ നൈട്രസ് ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. അതും അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ലാഫിംഗ് ഗ്യാസ്, പിന്നെ അടുത്ത് ബോത്ത് അനസ്തെറ്റിക് ആൻഡ് അനലജിസിക് എന്നുള്ളതും അതും അണ്ടർലൈൻ ചെയ്തിടാം. ഓക്കെ, രണ്ട് കാര്യങ്ങൾ ആ പാരഗ്രാഫിൽ നിന്ന് നോട്ട് ചെയ്തെടുക്കാം. പിന്നെ അടുത്ത് ആറാമത്തെ എന്ന് പറഞ്ഞാൽ വാക്വമാണ്. വാക്കത്തിന്റെ യെല്ലോ കളറാണ്, കളർ കോഡ് യെല്ലോ കളറാണ്. വാക്വം. Piped medical surgical vacuum system is used for patient draining. Draining എന്ന് വെച്ചാൽ എന്താ, സക്ക് ചെയ്തെടുക്കാന്നുള്ളത്, ഊറ്റിയെടുക്കുക. Draining, aspiration and suction. അത് വായിലൊക്കെ നമ്മുടെ വെള്ളമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് ആണ് വാക്വം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഡെന്റലിൽ പോവാണ്, നമുക്ക് പല്ലിന് എന്തെങ്കിലും പല്ല് ക്ലീൻ ചെയ്യണം, പല്ലിന് എന്തെങ്കിലും നമ്മൾ സർജറി ചെയ്യണം. അപ്പൊ നമ്മൾ വായ കുറച്ചു നേരം തുറന്നു പിടിക്കുമ്പോ നമ്മുടെ വായിൽ ഇങ്ങനെ വെള്ളമൊക്കെ വരൂലേ, നമ്മൾ വെറുതെ വായ കുറച്ചു നേരം തുറന്നു പിടിച്ചാലും വെള്ളം വരൂലേ. പല്ലൊക്കെ ക്ലീൻ ചെയ്യുന്നവർക്ക് അറിയാം, നമ്മൾ അവര് ഡോക്ടർ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വായിൽ ഇങ്ങനെ നിറച്ച് വെള്ളം വന്നോളെ തോന്നും. അപ്പൊ നമുക്ക് അത് തുപ്പിക്കളയാനുള്ള ഒരു ടെൻഡൻസി വരും. പക്ഷെ എന്താ സക്ഷൻ ഗ്യാസ് വാക്വം, അതായത് അത് സക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ വായിലൊക്കെ ഉള്ള ഇത് സക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് വാക്വം എന്ന് പറയുന്നത്. സർജറിയുടെ സമയത്ത് നമുക്ക് ബ്ലഡോ അല്ലെങ്കിൽ സർജറി ഒക്കെ ചെയ്യുമ്പോൾ ബ്ലഡ് ഒക്കെ ഇങ്ങനെ വരികയാണെങ്കിൽ അത് വലിച്ചെടുക്കണമല്ലോ. അപ്പൊ അങ്ങനെ സക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ സക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് വാക്വം എന്ന് പറയുന്നത്. വാക്വം ഗ്യാസ്. ഓക്കെ, ഇപ്പൊ ഡെന്റിസ്റ്റ് ആണെങ്കിൽ ഡെന്റൽ കംപ്രസർ ഉപയോഗിക്കാം. ഈ നമുക്ക് എന്താ പറയാ ഇങ്ങനെ ക്ലീൻ ഒക്കെ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വായിന്ന് വെള്ളമൊക്കെ വലിച്ചെടുക്കാം. ഡെന്റലിലൊക്കെ പോവാറില്ലേ, പോയിട്ടില്ലേ? പല്ലിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയിട്ടുള്ളവർ പോയിട്ട് പല്ലൊക്കെ ക്ലീൻ ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാം അല്ലെ, വായില് നമ്മളതങ്ങനെ അവർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വെള്ളം വന്നോട് തോന്നും. പക്ഷെ നമ്മൾ തുപ്പിക്കളയുണ്ടാവില്ല, അതിങ്ങനെ വലിച്ചെടുക്കുകയാണ്. അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് വാക്വം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ചോദിക്കട്ടോ, വിച്ച് മെഡിക്കൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ പേഷ്യന്റ് ഡ്രെയിനിങ്, ആസ്പിരേഷൻ ആൻഡ് സക്ഷൻ. ഏത് ഗ്യാസാ? വാക്വം. അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ് വാക്വം. This means that medical vacuum in a hospital support suction equipment. കണ്ടോ, അപ്പൊ സക്ഷൻ എക്യുപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്യാസ് ആണ് വാക്വം. അത് അണ്ടർലൈൻ ചെയ്തിട്ടേ. വാക്വം ഇൻ എ ഹോസ്പിറ്റൽ സപ്പോർട്ട് സക്ഷൻ എക്യുപ്മെന്റ്. ഏത് എക്യുപ്മെന്റിനാ? സക്ഷൻ എക്യുപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്യാസ് വാക്വം. നെക്സ്റ്റ് നോക്കിയേ, വാക്വം വിൽ വേരി അക്രോസ് ദ പൈപ്പ് ലൈൻ. പൈപ്പ് ലൈനിലുടനീളം ഈ വാക്വം വ്യത്യാസപ്പെടും. ബട്ട് ഇറ്റ് ഈസ് കോമൺലി മെയിൻറ്റെയിൻ. സാധാരണയായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രഷറാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. -75 kPa എന്ന് വെച്ചാൽ എന്താ? കിലോ പാസ്കൽ. കിലോ പാസ്കൽ എന്താ? യൂണിറ്റ് ഓഫ് മെഷറിംഗ്, യൂണിറ്റ് ഓഫ് പ്രഷർ, പ്രഷറിന്റെ യൂണിറ്റ്. അപ്പൊ സാധാരണയായിട്ട് അത് ആ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രഷറാണ് -75 കിലോ പാസ്കല്. നമ്മൾ പറഞ്ഞല്ലോ, വാക്വം പൈപ്പ് ലൈനിലുടനീളം അതിന്റെ പ്രഷർ വ്യത്യാസപ്പെടാം. സാധാരണയായിട്ട് അത് ആ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് -75 കിലോ പാസ്കലാണ്. ഓക്കെ, അതിനകത്തുനിന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഏത് ഗ്യാസ് ആണ് പേഷ്യന്റിന്റെ ഡ്രെയിനിങ്, ആസ്പിറേഷൻ, സക്ഷൻ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏത് ഗ്യാസ് ആണെന്ന് ചോദിക്കാം. പിന്നെ ഹോസ്പിറ്റലിലെ സക്ഷൻ എക്യുപ്മെന്റിന് സപ്പോർട്ട് ചെയ്യുന്ന ഗ്യാസ് ഏതാണെന്ന് ചോദിക്കാം. വാക്വം. അത് രണ്ടും അണ്ടർലൈൻ ചെയ്തിട്ട് എല്ലാവരും ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ?
യെസ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ കുറെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തൊക്കെ മാറി മാറിയൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അത് പ്രത്യേകം നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഞാൻ എടുക്കണതിന്റെ ഒപ്പം പറയുന്നതാണ്. ഇപ്പൊ മൊത്തം ഓരോ മൊഡ്യൂൾ വൈസ് എടുക്കുമ്പോൾ ഇഷ്ടം പോലെ പഠിക്കാണ്ടല്ലേ. 4th മൊഡ്യൂളിലാണെങ്കിൽ എല്ലാം വലിയ വലിയ ചാപ്റ്റേഴ്സ് ആണ്, 3rd 4th. 1st 2nd മാത്രം പിന്നെ അധികം പേജസ് ഇല്ലായിരുന്നുള്ളൂ അല്ലെ. ഇതിനകത്ത് ഇപ്പൊ 3rd 4th മൊഡ്യൂളിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ വലിയ വലിയ ചാപ്റ്റർ ആണ്. കുറേ പഠിക്കാനുണ്ട്. ഒരു കെട്ടുണ്ട്, ഒരു വലിയൊരു ഇത് പഠിക്കാനുണ്ട് അല്ലെ നമുക്ക്. പഠിക്കുന്നു. പതുക്കെ പതുക്കെയൊക്കെ പഠിച്ചു തുടങ്ങിക്കോ. നിങ്ങളുടെ ഇപ്പൊ ചാപ്റ്റർ ഒക്കെ തീരാറായിട്ടുണ്ടല്ലോ. ലാസ്റ്റ് ഒക്കെ എത്തി. ഇപ്പൊ എക്യുപ്മെന്റ്, മെഡിക്കൽ എക്യുപ്മെന്റ് ഉണ്ട് അല്ലെ. എക്യുപ്മെന്റ്സ് ഉണ്ട്. പിന്നെ ഒരെണ്ണം നിങ്ങളുടെ ഏതാണ്, റെസ്പോൺസിബിലിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ. 4th മൊഡ്യൂളിലെ ചാപ്റ്റർ ഉണ്ടോ. പിന്നെ കമ്പ്യൂട്ടർ ടീച്ചർ തുടങ്ങിയെന്നോ അല്ലെ. കുറച്ച് ചാപ്റ്റർ ഉള്ളു എന്തായാലും. ഇനിയിപ്പോ 1-2 ചാപ്റ്റർ വയറിലെല്ലാം ഉണ്ടാവുന്ന ചാപ്റ്റർ ഉള്ളൂ. അതുകൂടി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എക്സാം ഒക്കെ വരും. ഇപ്പൊ കുറച്ചൊക്കെ പഠിച്ചു തുടങ്ങിക്കോ. ഇപ്പൊ ലാസ്റ്റ് സെക്ഷനിലൊക്കെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് അങ്ങനെ അണ്ടർലൈൻ ചെയ്ത് തന്നില്ലേ പ്രധാനപ്പെട്ട പോയിന്റ്സുകളൊക്കെ പ്രത്യേകം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഏരിയകളൊക്കെ പറഞ്ഞു തന്നല്ലോ. എന്നുവെച്ചാൽ അത് എന്താ കുറെ ഉണ്ടല്ലോ നിങ്ങൾക്ക്. അതുകൊണ്ട് അപ്പൊ ഇമ്പോർട്ടന്റ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് ഇടുന്നതാണ് കേട്ടോ. അതാ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നതൊക്കെ പ്രത്യേകം നിങ്ങൾ നോക്കി പഠിക്കുക കേട്ടോ. അതൊന്നും സ്കിപ്പ് ചെയ്യരുത്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് തന്നെ എടുത്ത് പഠിക്കാം. ഓക്കെ. അപ്പൊ വാക്കം പറഞ്ഞു, സക്ഷൻ എക്യുപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് മെഡിക്കൽ വാക്കം എന്ന് പറയുന്നത്. ഇങ്ങനെ വായിൽ നിന്നൊക്കെ വെള്ളം വലിച്ചെടുക്കാൻ, ഡ്രെയിനിങ്, ആസ്പിറേഷൻ, സക്ഷൻ, ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് വാക്കം. ഇനി അടുത്ത 7ാമത്തെയാണ് കംപ്രസ്ഡ് എയർ എന്ന് പറയുന്നത്. കംപ്രസ്ഡ് എയർ പ്രധാനമായിട്ടും ക്ലീനിങ് പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്തെടുത്തോട്ടോ. അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം അവിടെ, ക്ലീനിങ് പർപ്പസിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാണ്? കംപ്രസ്ഡ് എയർ. ക്ലീനിങ് പർപ്പസസിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. കംപ്രസ്ഡ് എയർ ഈസ് യൂസ്ഡ് ഫോർ ബോത്ത് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ പർപ്പസസ്. മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കും നോൺ മെഡിക്കൽ, അതാണ് ഞാൻ പറഞ്ഞ ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കാന്ന് പറഞ്ഞല്ലോ. ക്ലീനിങ് പർപ്പസസിനും ഒക്കെ ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് കംപ്രസ്ഡ് എയർ എന്ന് പറയുന്നത്. അതായത് അന്തരീക്ഷ വായുവിനേക്കാളും സാന്ദ്രത വരുത്തപ്പെട്ട വായുവാണ് കംപ്രസ്ഡ് എയർ. അപ്പൊ അതിന്റെ ഫോഴ്സ് കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാലോ. ആ എയർ ഇങ്ങനെ ഫോഴ്സിലും എയർ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടുത്തെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് പോകാം. അതാണ് മെഡിക്കലും ഉണ്ട്, നോൺ മെഡിക്കൽ പർപ്പസിനും ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കംപ്രസ്ഡ് എയർ. മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ പർപ്പസസ് രണ്ടിനും ഉപയോഗിക്കുന്നുണ്ട്. മെഡിക്കൽ ആയിട്ടോ, മെഡിക്കൽ യൂസ് ചെയ്തോ നോക്കി, ഇൻക്ലൂഡ് ലബോറട്ടറി വർക്ക്. അപ്പൊ ക്രൊമാറ്റോഗ്രാഫിക് ഒക്കെ ആയിട്ട് നമ്മൾ ഓരോ ഇതിനകത്തുള്ള ഒരു മിശ്രിതത്തിലുള്ള ഘടകങ്ങളെയൊക്കെ സെപ്പറേറ്റ് ചെയ്യൂലേ, അതിന്റെ ആ ഒരു പെർസെന്റേജ്, അതിന്റെ പ്രപ്പോർഷൻ, അനുപാതം ഒക്കെ കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഏതാണ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറഞ്ഞു. അപ്പൊ ലബോറട്ടറി വർക്കില് ഇൻഹലേഷൻ തെറാപ്പി, ശ്വസന സംബന്ധമായിട്ടുള്ള തെറാപ്പി, പവറിംഗ് ഓഫ് സർജിക്കൽ ടൂളുകൾ പ്രവർത്തിപ്പിക്കാനും ഇത് ഈ കംപ്രസ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്. പവറിംഗ് ഓഫ് സർജിക്കൽ ടൂൾ. പവറിംഗ് ഓഫ് സർജിക്കൽ ടൂൾ എന്ന് പറഞ്ഞാൽ എന്താ? യൂസ് ഓഫ് കംപ്രസ്ഡ് എയർ ഇൻ പവർ സർജിക്കൽ ടൂൾ. കംപ്രസ്ഡ് എയർ ഉപയോഗിച്ചിട്ട് ആ സർജിക്കൽ ടൂൾസ് ഒക്കെ നിയന്ത്രിക്കുന്നു. അതാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് കംപ്രസ്ഡ് എയർ. അപ്പൊ മെഡിക്കൽ ആയിട്ടും നോൺ മെഡിക്കൽ പർപ്പസിനും ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് കംപ്രസ്ഡ് എയർ. ഓക്കെ. അത് മെഡിക്കൽ ആയിട്ട് ലബോറട്ടറി വർക്ക്, ഇൻഹലേഷൻ തെറാപ്പി ആൻഡ് പവറിംഗ് ഓഫ് സർജിക്കൽ ടൂൾ. ഓക്കെ. ടൂൾസ് ഇത്രയും കിട്ടിയില്ലേ? ക്ലീനിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാണ്? കംപ്രസ്ഡ് എയർ തന്നെയാണ്. അപ്പൊ അങ്ങനെ 7 ഗ്യാസ് ആണ് പറഞ്ഞത്. ഓക്കെ. അപ്പൊ വാക്കം വരെ നമ്മൾ കളർ കോഡ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് ഒന്നുകൂടി പറയാം. ടേബിളിലുണ്ട് എങ്കിലും മെഡിക്കൽ എയറിന്റെ വൈറ്റ് ആൻഡ് ബ്ലാക്ക്, ദെൻ ഓക്സിജന്റെ വൈറ്റ് ആണ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗ്രേ, ദെൻ നൈട്രജന്റെ ബ്ലാക്ക്, നൈട്രസ് ഓക്സൈഡിന്റെ ലൈറ്റ് ബ്ലൂ, ദെൻ ലാസ്റ്റ് വാക്കം യെല്ലോ കളറാണ്. ഇത്രയും നിങ്ങൾക്ക് അതിനകത്ത് പഠിക്കാനുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് സിസ്റ്റം കമ്പോണൻസ് ഓഫ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം. ഈ സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് ഓരോ ഭാഗങ്ങൾ എന്നുള്ളത്. അതിനകത്ത് നമുക്ക് 6 എണ്ണം പഠിക്കാനുള്ളത്. ഇത് ഫസ്റ്റ് സോഴ്സ് ഓഫ് സപ്ലൈ. ഇത് സപ്ലൈ ചെയ്യാനുള്ള ഒരു സോഴ്സ്, ഒരു ഉറവിടം, ഫസ്റ്റ് സോഴ്സ്. രണ്ടാമത്തെ പൈപ്പിംഗ് നെറ്റ്വർക്ക്.
അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ടേ, അത് ഓരോ സ്ഥലങ്ങളിലേക്കും വിതരണം ചെയ്യണ്ടേ, അത് എത്തിച്ചു കൊടുക്കാനുള്ള പൈപ്പിംഗ് നെറ്റ്വർക്കുകളുണ്ട്, പൈപ്പിംഗ് നെറ്റ്വർക്ക്സ് ഉണ്ട്. ദെൻ മൂന്നാമത്തെ വാൽവ്സ്, വാൽവുകളുണ്ട്, വാൽവ്സ്. നമ്മൾ എന്തിനാ നോക്കി അവിടെ തന്നിട്ടുണ്ടല്ലോ ബ്രാക്കറ്റില്, ടു കൺട്രോൾ മെത്തേഡ്, അതിനെ കൺട്രോൾ ചെയ്യാൻ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് വാൽവുകളുണ്ട്. ദെൻ വാണിംഗ് ആൻഡ് അലാറം സിസ്റ്റം. ഇനിയിപ്പോ എന്തെങ്കിലും നമ്മളിപ്പോ ഇതെങ്കിലും മെഡിക്കൽ ഗ്യാസുകൾ ഏതെങ്കിലും സെക്ഷനിലൊക്കെ എന്തെങ്കിലും നമ്മൾ ലീക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം വരുമ്പോൾ അവിടെ ഒന്ന് ബ്ലോക്ക് ഒക്കെ ചെയ്യണം. അപ്പൊ നമ്മളിങ്ങനെ എന്താ പറയാ ആളുകളെയൊക്കെ നമ്മളൊന്ന് അറിയിക്കാനൊക്കെ വേണ്ടിയിട്ട് അവരെയൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വാണിംഗ് അലാറം സിസ്റ്റംസ് ഉപയോഗിക്കുന്നുണ്ട്. വാണിംഗ് അത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ, ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് ആളുകൾക്ക്. അതിനല്ലേ നമുക്ക് അലാറം വാണിംഗ്, നമ്മൾ രാവിലെ എനിക്കുന്ന അലാറം വെച്ചിട്ടല്ലേ നമ്മളെ എനിക്കണം എന്നുള്ളൊരു വാണിംഗാണ് നമുക്ക് തരുന്നത്. അലാറം അടിക്കുമ്പോഴത്തേക്ക് എല്ലാവരും ചാടി ഇരിക്കും അല്ലെ, ഒരു വാണിംഗ് അല്ലെങ്കിൽ അലാറം സിസ്റ്റംസ് ഉണ്ട്. ഔട്ട്ലെറ്റ്, ഇൻലെറ്റ്, അതും നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഔട്ട്ലെറ്റ് ഡീറ്റെയിൽ ഉണ്ട്, അന്നേരം പറയാം. പിന്നെ സെക്കൻഡറി എക്യുപ്മെന്റ്. അപ്പൊ ഇത്രയാണ് കമ്പോണൻസ്. ഏതൊക്കെയാന്ന് ഒന്നുകൂടി നോക്കിയേ. സോഴ്സസ് ഓഫ് സപ്ലൈ, പൈപ്പിംഗ് നെറ്റ്വർക്ക്, വാൽവ്സ്, വാണിംഗ് ആൻഡ് അലാറം സിസ്റ്റം, ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ്, സെക്കൻഡറി എക്യുപ്മെന്റ്സ്. ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ നോക്കണം, പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, വിതരണം ചെയ്യാനുള്ളതാണ്. വാൽവ് എന്തിനാണ്, കൺട്രോൾ ചെയ്യാൻ, കൺട്രോൾ മെത്തേഡ്. വാണിംഗ് ആൻഡ് അലാറം സിസ്റ്റം മോണിറ്റർ ചെയ്യാനായിട്ട്. ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ് ടു സപ്ലൈ ഗ്യാസസ്, ഗ്യാസ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സെക്കൻഡറി എക്യുപ്മെന്റ്സ്, അടുത്തത് സെക്കൻഡറി. ഇതിലൊക്കെ ഉൾപ്പെടാത്ത കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, അതാണ് സെക്കൻഡറി എക്യുപ്മെന്റിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ നോക്കാം. അതിന് ഫസ്റ്റ് നോക്കിയേ, സോഴ്സസ് ആ പറയുന്നത്. സോഴ്സസ് ആർ റിസർവ്സ്. റിസർവ് എന്ന് പറഞ്ഞാൽ ഒരു കരുതൽ ശേഖരം, ഒരു സംഭരിച്ചു വെക്കുന്ന ഒരു സാധനമാണ് സോഴ്സ്. അവിടെ നിന്നാണ് നമുക്ക് ഈ ഗ്യാസുകൾ വരുന്നത്. സോഴ്സസ് ആർ റിസർവെയർ ദാറ്റ് ജനറേറ്റ് ഫ്ലോ ഓഫ് മെഡിക്കൽ ഗ്യാസ് ത്രൂ പൈപ്പിംഗ് നെറ്റ്വർക്ക് ലൈക്ക് മാനിഫോൾഡ് സിസ്റ്റം. താഴെ പറയുന്നുണ്ട് കേട്ടോ, മാനിഫോൾഡ് സിസ്റ്റം എന്താന്ന് പറയുന്നുണ്ട്. എന്താ പറഞ്ഞേക്കുന്നത്, മാനിഫോൾഡ് സിസ്റ്റങ്ങൾ പോലുള്ള ഒരു പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെ നമുക്ക് ആ ഗ്യാസിന്റെ ഒക്കെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ, ഫ്ലോ സൃഷ്ടിക്കുന്ന ഒരു റിസർവുകളാണ് സോഴ്സസ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടില് ടാങ്കില്ലേ എല്ലാവർക്കും വീട്ടില് അല്ലെ, അതാണ് സോഴ്സ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ അതിനകത്ത് നിറച്ച് വെള്ളം നമ്മൾ സംഭരിച്ചു വെക്കുക ചെയ്യുന്നത് അല്ലെ. എന്നിട്ട് അതിൽ നിന്നാണ് പൈപ്പിൽ കൂടെ നമ്മുടെ ടാപ്പിലേക്ക്, അടുക്കളയിലേക്ക്, ബാത്റൂമിലേക്ക്, മറ്റേ നമ്മുടെ പേഴ്സണലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഭാഗങ്ങളിലേക്കും പൈപ്പിലൂടെ നമുക്ക് വരുന്നത് അല്ലെ. അപ്പൊ സോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ടാങ്ക് എന്ന് വിചാരിച്ച് വെക്കാം. അപ്പൊ അതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നേ, പൈപ്പിംഗ്, ഈ മാനിഫോൾഡ് സിസ്റ്റങ്ങൾ പോലുള്ള പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെ മെഡിക്കൽ ഗ്യാസിന്റെ ഒരു ഫ്ലോ സൃഷ്ടിക്കുന്ന റിസർവുകൾ, ഒരു കരുതൽ ശേഖരമാണ് സോഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കാം കേട്ടോ, ഇങ്ങനെ തന്നെ ചോദിക്കും. Dash are reserves that generate the flow of medical gas through piping networks. ഏതാണ്, സോഴ്സസ്. ഓക്കെ, സോഴ്സസ്. അപ്പൊ നമ്മുടെ വീട്ടിലെ ടാങ്കിന്റെ കാര്യം ഓർത്ത് വെച്ചാൽ മതി. റിസർവ്സ് ആണ്, ഒരു കരുതൽ ശേഖരമാണ് സോഴ്സസ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ താഴെ പറയുന്നുണ്ട് മാനിഫോൾഡ് സിസ്റ്റം. നമ്മൾ പറഞ്ഞു മാനിഫോൾഡ് സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കും കേട്ടോ. കുറെ നേരമൊക്കെ നിങ്ങൾ യൂട്യൂബിൽ സ്റ്റേജ് ഒക്കെ ചെയ്യുന്നതല്ലേ, അപ്പൊ അതിനകത്തൊന്ന് മാനിഫോൾഡ് സിസ്റ്റം ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പൊ അതിന്റെ കറക്റ്റ് പിക്ചർ കിട്ടും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ സിലിണ്ടറുകൾ ഇല്ലേ, സിലിണ്ടേഴ്സ് ഇങ്ങനെ അടക്കി വെച്ചേക്കുന്നത്. അതിന്റെ രണ്ട് വശമുണ്ട്. It contain high pressure cylinders. ഹൈ പ്രഷറിലുള്ള സിലിണ്ടറുകളുള്ള ഒരു സിസ്റ്റം ആണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓൺ ടു ഭാഗം, അതിന് രണ്ട് വശങ്ങളുണ്ട്. അപ്പൊ ഒരു വശത്ത് ഇങ്ങനെ നിരത്തി വെച്ചേക്കണം, അതിന്റെ മറ്റേ വശത്തും അപ്പുറത്തെ വശത്തിലും ഇങ്ങനെ സിലിണ്ടർ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അത് നോക്കിയേ, വൺ ഈസ് ബാക്കപ്പ് ടു അനദർ. ഒന്നത് മറ്റൊന്നിലേക്ക് തിരിച്ചിരിക്കുന്നു. ഓരോന്നും ഇങ്ങനെ മറ്റൊന്നിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ഓക്കെ, അതിന്റെ തൊട്ടടുത്ത് തന്നെ ബിസൈഡ് ദ കൺട്രോൾ പാനൽ, അതിനെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു കൺട്രോൾ പാനൽ ഉണ്ട്.
ഇൻസ്റ്റോൾഡ് ഫോർ പ്രൈമറി, അതിനകത്ത് എന്തൊക്കെയാ പ്രൈമറി സെക്കൻഡറി റെഗുലേറ്ററുകൾ, പ്രഷർ റെഗുലേറ്ററുകൾ, വാണിംഗ് ലാംപ്സുകളൊക്കെ ഉള്ള ഒരു കൺട്രോൾ പാനല് അതിനോട് ചേർന്നിരിക്കുന്നുണ്ട്. ഇത്രയുള്ള സംഭവം നമുക്കത് ഈ മാനിഫോൾഡ് സിസ്റ്റത്തിൽ നിന്നാണ് നമുക്ക് ഓരോ ഇതിലേക്കും എന്ത് വരുന്നത് ഗ്യാസ് ഇങ്ങനെ വരണ്ടേ. അപ്പൊ അത് നമ്മൾ ഓരോ സിലിണ്ടേഴ്സിൽ ഇങ്ങനെ ഗ്യാസുകൾ ഇങ്ങനെ ഇടുന്നു. അപ്പൊ ആ ഒരു വശത്തെ മുഴുവൻ തീർന്നു കഴിയുമ്പോഴാണ് അപ്പുറത്തെ വശത്തു നിന്ന് വീണ്ടും എടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഇവിടത്തെ അവിടെ റീഫിൽ ചെയ്യും. ഓക്കെ, ഇതിന്ന് തീരണേന്റെ അനുസരിച്ച് നമ്മൾ അങ്ങനെ ആ ഒരു വശം ഇങ്ങനെ ഫ്രീ ആവണേന്റെ അനുസരിച്ച് അപ്പുറത്തെ വശത്തേക്ക് കിടക്കും. അപ്പൊ ഈ ഫ്രീ ആയിട്ടുള്ളടത്ത് എന്ത് ചെയ്യുന്നു, വീണ്ടും അവരത് റിസർവ് ചെയ്യും, അവിടെ അത് ശേഖരിച്ചു വെക്കും. അങ്ങനെ നമ്മൾ ഒരു കുറെ സിലിണ്ടേഴ്സ് ഉള്ള ഒരു ഇതാണ്, ഹൈ പ്രഷറിലുള്ള സിലിണ്ടറുകളുള്ള ഒരു സിസ്റ്റമാണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, കുറെ സിലിണ്ടറുകൾ രണ്ട് വശത്തുമായിട്ട് അത് രണ്ടും പരസ്പരം എന്ത് ചെയ്യുന്നു കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ഇങ്ങനെ പോകുന്നത് മാനിഫോൾഡ് സിസ്റ്റം. ഓക്കെ, ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ഇറ്റ് കണ്ടെയ്ൻ ഹൈ പ്രഷർ സിലിണ്ടർ ഓൺ ടു ബാങ്ക്സ്, വൺ ഈസ് ബാക്കപ്പ് ടു അനദർ, ഒന്ന് മറ്റൊന്നിലേക്ക് തിരിച്ചിരിക്കുന്നു. അതിനകത്ത് ചേർന്ന് തന്നെ കൺട്രോൾ പാനൽ ഉണ്ട്. കൺട്രോൾ പാനൽ ഈസ് ഇൻസ്റ്റോൾഡ് ഫോർ എന്തിനു വേണ്ടിയാ, പ്രൈമറി സെക്കൻഡറി റെഗുലേറ്റേഴ്സ്, പ്രഷർ റെഗുലേറ്റേഴ്സ്, വാണിംഗ് ലാംപ്സ്, ഇതിന്റെ ഒക്കെ ഉൾപ്പെടുന്ന രീതിയിൽ ഒരു കൺട്രോൾ പാനലും അതിനോട് ചേർന്ന് ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സിസ്റ്റം ആണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ സെക്ഷൻ പൈപ്പിംഗ് നെറ്റ്വർക്ക് ആണ്. അതായത് ഇപ്പൊ നമ്മുടെ ടാങ്കിൽ നമ്മുടെ വെള്ളം ഇരിക്കണല്ലേ, അത് നമ്മുടെ ടാപ്പിലേക്ക് എത്തണമെങ്കിൽ ഏതിൽ കൂടെ വരിക, നമ്മള് പൈപ്പിൽ കൂടിയാ വരുന്നേ അല്ലെ. നീളത്തിന് നമ്മൾ എങ്ങോട്ടാ കണക്ഷൻ വരണ്ടേ, ഇപ്പൊ മോളിൽ നിന്ന് നമ്മൾ പൈപ്പിൽ കൂടെ നമ്മുടെ ടാപ്പിന്റെ അവിടെ വരെ വരും. അതുപോലെ തന്നെ നമ്മൾ ആ സോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ മാനിഫോൾഡ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എന്താണ് നമ്മുടെ എവിടെയാണോ എൻഡ് പോയിന്റ് അല്ലെങ്കിൽ ടെർമിനൽ എവിടെയാണോ അത് എത്തിക്കേണ്ടത്, ആ ഗ്യാസ് എത്തിക്കേണ്ടത് അവിടേക്ക് വരെ കൊണ്ടുവരുന്ന ഒരു ഇതാണ് പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. Okay, medical gases and vacuum are distributed through the pipeline distribution system. അപ്പൊ ഈ മെഡിക്കൽ ഗ്യാസും വാക്വം പറഞ്ഞല്ലോ, സക്ഷൻ എക്യുപ്മെന്റ് ആണ്. സക്ഷൻ എക്യുപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് വാക്വം. മെഡിക്കൽ ഗ്യാസും വാക്വവും ഇതിൽ കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ത്രൂ പൈപ്പ് ലൈൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. പൈപ്പ് ലൈനിൽ കൂടിയാണ് ആ എൻഡ് പോയിന്റിലേക്ക് അല്ലെങ്കിൽ ടെർമിനൽ യൂണിറ്റിലേക്ക് വരുന്നത്. To provide gas or vacuum at the end point or terminal units. നമ്മുടെ വീട്ടിലുള്ള പൈപ്പ് ഓർത്താൽ മതി, ആ ടാങ്കിൽ നിന്ന് നേരെ നമ്മുടെ ടാപ്പ്, അതിന് രണ്ടിലും കണക്ട് ചെയ്യുന്നത് ആരാ, പൈപ്പാണ്. അതുപോലെ തന്നെ ഓക്കെ, മാനിഫോൾഡ് സിസ്റ്റത്തിൽ നിന്ന് എൻഡ് പോയിന്റ് അല്ലെങ്കിൽ ടെർമിനൽ യൂണിറ്റിലേക്ക് ഇത് വരുന്നത് ഈ ഗ്യാസോ അല്ലെങ്കിൽ വാക്കോ ഒക്കെ വരുന്നത് ഈ പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെയാണ്. The terminal units may be either wall mounted. ഇനി ആ എൻഡ് പോയിന്റ് അല്ലെങ്കിൽ ടെർമിനൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ, either wall mounted, ഭിത്തിയിൽ ഘടിപ്പിച്ചിരിക്കുന്നതാകാം, or pendant mounted, അല്ലെങ്കിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന രീതിയിലാകാം. അല്ലെങ്കിൽ വാളിന് ഘടിപ്പിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ തൂങ്ങിക്കിടക്കുന്ന രീതിയിലുള്ളതാകാം ടെർമിനൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അത് നോക്കിയത് ഇമ്പോർട്ടന്റ് ആണ്. ഹൈ ക്വാളിറ്റി കോപ്പർ ഷുഡ് ബി യൂസ്ഡ് ടു മേക്ക് പൈപ്പ്. അപ്പൊ ഈ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന് ഈ മെഡിക്കൽ ഗ്യാസ് അരിമാക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പൈപ്പ് അത് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ഹൈ ക്വാളിറ്റി കോപ്പർ. നിങ്ങൾ തൊട്ട് മുന്നേ എക്സാമിന് ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇവിടെ പൈപ്പ് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റൽ ഏതാന്ന് ചോദിച്ചു. ഏതാ, ഹൈ ക്വാളിറ്റി കോപ്പർ. അണ്ടർലൈൻ ചെയ്തിട്ട് ഏത്, ഹൈ ക്വാളിറ്റി കോപ്പർ ഷുഡ് ബി യൂസ്ഡ് ടു മേക്ക് പൈപ്സ്. പൈപ്പുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ആ മെറ്റലാണ്, കോപ്പറാണ്. ഹൈ ക്വാളിറ്റിയിലുള്ള കോപ്പറാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹൈ ക്വാളിറ്റി കോപ്പർ ഷുഡ് ബി യൂസ്ഡ് ടു മേക്ക് പൈപ്സ്. ആ പൈപ്പ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഏതാ, ഹൈ ക്വാളിറ്റിയിലുള്ള കോപ്പറാണ്. ഓക്കെ, ഇനി moreover pipe should be protected against
physical damage and corrosion and color coded in keeping with the gas content. അപ്പൊ നമ്മൾ എന്തിനാണ് നമ്മളെ ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ നല്ല ക്വാളിറ്റിയിലുള്ള കോപ്പർ ഉപയോഗിച്ചിട്ടുണ്ടെ നമുക്ക് എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജ് ഒന്നും ആവാൻ പാടില്ല അല്ലെ. അതിൽ നിന്ന് അല്ലെങ്കിൽ കൊറോഷൻ വന്നതിന്റെ നാശം, അല്ലെങ്കിൽ അത് ചീത്തയായി പോകാതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജ് ഒക്കെ വരാതെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള കോപ്പർ ഉപയോഗിച്ചിട്ടാണ് ഈ പൈപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. ആൻഡ് ദ കളർ കോഡഡ്, ഇനി എന്താ ഓരോ പൈപ്പിന് കളർ കോഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ നമ്മള്. കീപ്പിംഗ് വിത്ത് ഗ്യാസ് കണ്ടന്റ്, അതിന്റെ ഉള്ളില് ആ പൈപ്പിൽ കൂടെ ഏത് ഗ്യാസാ പോകുന്നത് അതിന്റെ അനുസരിച്ച് കളർ കോഡ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവോ അതിൽ കൂടെ ഏത് ഗ്യാസാ വന്നേന്നുള്ളത്. അപ്പൊ കളർ കോഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ആ ഗ്യാസ്, അതിനുള്ളിലുള്ള ആ ഗ്യാസ് കണ്ടന്റ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആൻഡ് കളർ കോഡഡ് ഇൻ കീപ്പിംഗ് വിത്ത് ഗ്യാസ് കണ്ടന്റ്, അതിന്റെ ഉള്ളിലൂടെ പോകുന്ന ഗ്യാസ് അതിന്റെ ഗ്യാസ് കണ്ടന്റ് ഏതാണ്, അല്ലെങ്കിൽ അതിൽ കൂടെ പോകുന്ന ഗ്യാസ് ഏതാണ്, അതിനനുസരിച്ച് എന്തുണ്ട് ആ പൈപ്പിന് കളർ കോഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, കൂടി നമുക്ക് എടുക്കാം അല്ലെ. വാൽവുകൾ അപ്പൊ നമ്മളെ ഫസ്റ്റ് പറഞ്ഞ ഏതാ, സോഴ്സ് പറഞ്ഞു. പിന്നെ ആ സോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ മാനിഫോൾഡ് സിസ്റ്റത്തിൽ നിന്ന് ആ എൻഡ് പോയിന്റിലേക്ക് അല്ലെങ്കിൽ ടെർമിനൽ യൂണിറ്റിലേക്ക് വരുന്നത് ഏതിൽ കൂടെയാ, പൈപ്പിലൂടെയാണ് അല്ലെ. പൈപ്പിംഗ് നെറ്റ്വർക്ക് നമ്മൾ പറഞ്ഞു. ആ ഹൈ ക്വാളിറ്റിയിലുള്ള കോപ്പർ കൊണ്ടാണ് പൈപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇതിനു വേണ്ടിയിട്ട് ഫിസിക്കൽ ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊറോഷൻ നാശമോ ഒക്കെ വരാത്ത രീതിയിൽ നല്ല ക്വാളിറ്റിയിലുള്ള കോപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ആ പൈപ്പിൽ എന്തുണ്ട്, കളർ കോഡ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അതിന്റെ ഗ്യാസ് കണ്ടന്റ് അനുസരിച്ച് എന്തുണ്ട്, കളർ കോഡ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ കളർ കോഡ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കൂടെ പോണ ഗ്യാസ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി മൂന്നാമത്തെയാണ് വാൽവുകൾ, വാൽവ്സ്. There are two types of valve. രണ്ട് തരത്തിലുള്ള വാൽവ് ഉണ്ട്, സോൺ വാൽവ് ആൻഡ് സർവീസ് വാൽവ്. അണ്ടർലൈൻ ചെയ്തിട്ട് അത് രണ്ട് തരത്തിലുള്ള വാൽവുകൾ ഏതാണെന്ന് ചോദിക്കാം. ഏതൊക്കെയാ, സോൺ വാൽവുകളുണ്ട്, സർവീസ് വാൽവുകളുണ്ട്. സോൺ വാൽവ്സ് ആൻഡ് സർവീസ് വാൽവ്. Zone valves are used to isolate a large part of the system. ഒരു വലിയ ഭാഗത്തെ ഒറ്റപ്പെട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സോൺ വാൽവുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ പറയാം, അതായത് ദാറ്റ് ഈസ് റൂം ഫോർ മോഡിഫിക്കേഷൻ ആൻഡ് റിപ്പയർ. ഇപ്പൊ ഒരു കുറച്ച് റൂമുകൾ അതിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യണം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും റിപ്പയർ ചെയ്യണം. ഇപ്പൊ നമ്മൾ പൈപ്പ് ലൈനിൽ എന്തെങ്കിലും ബ്ലോക്ക് വന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്ന് നമുക്ക് അവിടെ കുറച്ച് റിപ്പയർ ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു വലിയ ഭാഗത്തെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യണ്ടേ, അതിന് നമ്മൾ മാറ്റി നിർത്തണ്ടേ. എന്ന് വെച്ചാൽ എല്ലാത്തിനുമായിട്ട് കണക്ഷൻ ഒന്നും വരാതെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ ഭാഗത്തെ ഐസൊലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സോൺ വാൽവുകൾ. നമ്മുടെ വീട്ടിലെ എന്തെങ്കിലും സ്വിച്ചിനോ വയറിനകത്ത് എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രീഷ്യനെ വിളിക്കുമ്പോൾ ഇലക്ട്രീഷ്യൻ എന്ത് ചെയ്യുന്ന, ഫ്യൂസ് ഓഫ് ചെയ്യും. മൊത്തം നമ്മുടെ വീട്ടിലേക്കുള്ള ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ മൊത്തം എന്ത് ചെയ്യുന്നു, അവിടെ ഇങ്ങനെ കളഞ്ഞിട്ടല്ലേ അവര് റിപ്പയർ ചെയ്യുന്നത്. നേരെ ചെന്ന് കറണ്ടിൽ പിടിച്ചു കഴിഞ്ഞാൽ ഷോക്ക് അടിക്കൂലേ. അപ്പൊ നമ്മൾ ആ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യില്ല. അതുപോലെ എന്താ പറയാ, വലിയ ഭാഗത്തെ സെപ്പറേറ്റ് ചെയ്ത് നിർത്താനാണ് സോൺ വാൽവുകൾ ഉപയോഗിക്കുന്നത്. നോക്കി, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്തിട്ടേ. സോൺ വാൽവ്സ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് ലാർജ് പാർട്ട് ഓഫ് ദ സിസ്റ്റം. Okay, zone valves are used to isolate large part of the system. That is room for modification or repair. Besides, അതിനോട് ചേർന്ന് തന്നെ നമ്മൾ നോക്കിയേ, സോൺ വാൽവ്സ് ആർ ഇൻസ്റ്റോൾഡ് ഓൺ കോറിഡോർസ്. കോറിഡോർസ് വരാന്തയുടെയൊക്കെ ആ ഭിത്തിയില് അത് ഇങ്ങനെ ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട് സോൺ വാൽവുകളും. ആൻഡ് ഷുഡ് ബി ലേബൽ ടു ഇൻഡിക്കേറ്റ് റൂം ദാറ്റ് ദേ കൺട്രോൾ. എന്താ പറയുക, ലേബൽ ചെയ്യേണ്ട ആ റൂം കൺട്രോളിലാണ് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യണം. അത് ലേബൽ ചെയ്യണം ടു ഇൻഡിക്കേറ്റ് ദ റൂം ദാറ്റ് ദേ കൺട്രോൾ. Then furthermore, അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മള് സർവീസ് വാൽവാണ്. അതെന്തിനാ ഉപയോഗിക്കുന്നത്, യൂസ്ഡ് ടു ഐസൊലേറ്റ് certain part of the system. ഒരു ചെറിയൊരു ഭാഗത്തെ സെപ്പറേറ്റ് ചെയ്ത് നിർത്താനാണെങ്കിൽ, കുറച്ച് ഭാഗത്തെ നമ്മൾ ചെറിയൊരു ഭാഗത്തെ സെപ്പറേറ്റ് ചെയ്ത് നിർത്താനാണ് സർവീസ് വാൽവുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, for modification and for repair.
Therefore, they are accessible by the clinical staff. അത് ക്ലിനിക്കൽ സ്റ്റാഫിന് തന്നെ സ്വീകാര്യമായിട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിലുള്ളതാണ്. അവർക്ക് തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ആണ്, ഒരു റൂമിൽ മാത്രം എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ അവിടത്തേക്ക് ആ റൂമിന്റെ മാത്രം ഫ്യൂസ് ഊരി വെക്കും ഇല്ലേ, ഒരു ചെറിയ ഭാഗം. അപ്പൊ ആ മുറിയിൽ മാത്രം അവിടെ കറണ്ട് ഉണ്ടാവില്ല, ബാക്കി എല്ലായിടത്തും നോർമൽ ആയിട്ട് കറണ്ട് ഉണ്ടാവും. അങ്ങനെ ചെയ്യൂലേ, ചെറിയ ഫ്യൂസ് ആ ഒരു സെക്ഷനിലേക്കുള്ളത് മാത്രം ഊരി വെക്കും അല്ലെ. ചെറിയ ഫ്യൂസ് മാത്രം അവിടെ ആ ഒരു മുറിയിൽ റിപ്പയർ നടത്തുകയാണ്, അവിടുത്തെ മാത്രം ഉപയോഗിക്കും. അതുപോലെ തന്നെ ഒരു വലിയ ഭാഗത്തെ ഐസൊലേറ്റ് നിർത്താനാണെങ്കിൽ സോൺ വാൽവുകൾ ഉപയോഗിക്കണം. ഒരു ചെറിയൊരു റിപ്പയർ കാര്യങ്ങളുള്ളൂ, ഒരു ചെറിയൊരു ഭാഗം മാത്രം ഒറ്റപ്പെട്ട് നിർത്താം, അതിനെ മാത്രം ഐസൊലേറ്റ് ചെയ്ത് നിർത്താനാണെങ്കിലാണ് നമ്മൾ ഇത് സർവീസ് വാൽവുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താ ഈ വാൽവ് എന്താ ചെയ്യുന്നത്? വാൽവുകൾ കൺട്രോൾ മെത്തേഡാണ്. അപ്പൊ അങ്ങോട്ടേക്കുള്ള ആ ഗ്യാസിന്റെ ഫ്ലോ, അതിൽ കൂടെയുള്ള ആ പൈപ്പ് ലൈനിൽ കൂടെയുള്ള ഗ്യാസിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യണം. അവിടെ റിപ്പയർ നടക്കല്ലേ, അപ്പൊ പിന്നെ അങ്ങോട്ട് ഗ്യാസ് പോകാൻ പറ്റുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺട്രോൾ മെത്തേഡാണ് വാൽവുകള്. രണ്ട് തരത്തിലുള്ള വാൽവ് ഏതൊക്കെയാണ്? സോൺ വാൽവുകളും സർവീസ് വാൽവുകളും. സോൺ വാൽവുകള് ഒരു വലിയൊരു ഭാഗത്തെ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. എന്നാൽ സർവീസ് വാൽവുകള് ഒരു എന്താ പറയാ, ഒരു ചെറിയൊരു ഭാഗം എന്താണ് യൂസ്ഡ് ടു ഐസൊലേറ്റ് certain part of the system for modification and or repair. മോഡിഫിക്കേഷനോ റിപ്പയറിനോ വേണ്ടിയിട്ട് ഒരു ചെറിയ ഭാഗത്തെ മാത്രം എന്താണ് ഒറ്റപ്പെട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് സർവീസ് വാൽവുകൾ ഉപയോഗിക്കുന്നത്. രണ്ട് ടൈപ്പ് വാൽവ് മനസ്സിലായോ? ക്ലിയർ ആയോ? അതാണ് ഞാൻ ആ മെയിൻ സ്വിച്ചിന്റെയും കുഞ്ഞു ഫ്യൂസിന്റെയും ഒക്കെ കാര്യം പറഞ്ഞത്, നിങ്ങളുടെ മനസ്സിൽ ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി. അപ്പൊ ഇത്രയും കാര്യങ്ങള് ഇനിയിപ്പോ അടുത്ത് ഞാൻ എടുക്കള്ള. ഇപ്പൊ തന്നെ നമ്മുടെ കുട്ടികൾ എത്ര 32 പേരുണ്ടായിരുന്നാണ്. ഇപ്പൊ കുറഞ്ഞ് നിങ്ങളെ ഇതല്ല കേട്ടോ, വെച്ചാൽ ഓരോരുത്തർക്കും തിരക്കുണ്ട്. പിള്ളേര് വരുന്ന സമയമായി, പിള്ളേരെ വിളിക്കാൻ പോകണം. അതുകൊണ്ട് 3:30 കഴിഞ്ഞിട്ട് എന്താ പറയാ, അങ്ങനെ ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ നമുക്ക് പറ്റില്ല, നമുക്ക് ഓരോ തിരക്കുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓക്കെ, കുഴപ്പമില്ല. എന്നാൽ കുട്ടികൾ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ അടുത്തതിലേക്ക് പോകുന്നില്ല. നമുക്ക് ഇത്രയും നിർത്താം, ബാക്കിയത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ ആണോ? എന്നിട്ട് എന്റെ കാര്യം നീ ആദ്യം മെസ്സേജ് പെട്ടെന്ന് ചാടി ഇട്ടാണ്. ഓക്കെ, പ്രിയ ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് നിങ്ങൾ നോക്കി വെക്കാം. അണ്ടർലൈൻ ചെയ്തെടുത്തതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. കളർ കോഡ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞല്ലോ. ലാസ്റ്റ് നമുക്ക് ഒരു 2 പേജ് കഴിഞ്ഞിട്ട് അവിടെ കറക്റ്റ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, ടേബിൾ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ അത് അന്നേരം നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ നോക്കിയിട്ടുള്ള ഏത് ഗ്യാസുകൾ ഉപയോഗിക്കുന്നുണ്ട്, മെഡിക്കൽ എയർ വരുന്നുണ്ട്, ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്, അതൊക്കെ എവിടേക്കാ ഉപയോഗിക്കുന്നതെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. ക്രയോ തെറാപ്പിയിലാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്, ക്രയോ സർജറി എന്നാണ് പറഞ്ഞേക്കണെങ്കിൽ ക്രയോ സർജറി ആണെങ്കിൽ നൈട്രജൻ, പിന്നെ ലാഫിംഗ് ഗ്യാസ് ഏതാണ്? നൈട്രസ് ഓക്സൈഡ്. സക്ഷൻ എക്യുപ്മെന്റിന് സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ ആസ്പിറേഷൻ സക്ഷൻ എക്യുപ്മെന്റ്സ് അതിനൊക്കെ ആണെങ്കിൽ വാക്കോ. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന മെഡിക്കൽ നോൺ മെഡിക്കൽ പർപ്പസസിന് കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നു. പിന്നെ അതിന്റെ കമ്പോണൻസ് ആണ് പറഞ്ഞത്. സോഴ്സ് പറഞ്ഞു, സോഴ്സ് എന്ന് പറഞ്ഞ ടാങ്കിന്റെ കാര്യം ഓർക്കുക. ദെൻ പൈപ്പിംഗ് നെറ്റ്വർക്ക്, നമ്മുടെ പൈപ്പ് അത് നമ്മൾ ആ എൻഡ് പോയിന്റിലേക്ക് വിതരണം ചെയ്യാൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് പൈപ്പിംഗ് നെറ്റ്വർക്ക്. പിന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ വാൽവുകൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. 1 മിനിറ്റ് നേരത്തെയാണ് കേട്ടോ, 29 ആയിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ബൈ.